ടെറൈൻസ് ടെറസ്ഫിയറും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് സോയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി മാത്രം ഒരു മാപ്പ്. സോ ഈ തീമിന്റെ ബേസിൽ, അതായത് ഡിഫറന്റ് തീമുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ തീമാറ്റിക് മാപ്പ്, അതായത് സെപ്പറേറ്റ് ആണ്. അതാണ് മോസ്റ്റ്ലി കൺവീനിയന്റ്. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ സ്പെസിഫിക് സാധനങ്ങൾ നമുക്ക് നോക്കുന്നെങ്കിൽ അത് കൺഫ്യൂഷൻ ആയിരിക്കും. സോ അവിടെ പറയുന്നത് തീമാറ്റിക് മാപ്പ്. അവിടെ കുറച്ച് മാപ്പ് നോക്കിയാൽ രണ്ട് മാപ്പിന് വേണ്ടി. അപ്പൊ ഇനി അടുത്തതെന്ന് വെച്ചാൽ മാപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഫംഗ്ഷന്റെ ബേസിൽ മാപ്പിന്റെ ഫംഗ്ഷന്റെ ബേസിൽ മാപ്പിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്. അപ്പൊ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് നാച്ചുറൽ ഫീച്ചേഴ്സ് മാപ്പിൽ ഉള്ള ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്ത് ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, അതൊക്കെ വെച്ചാണ് ഫിസിക്കൽ മാപ്പ്. അടുത്തത് കൾച്ചറൽ മാപ്പ്. കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ മനുഷ്യന്റെ കൾച്ചറാണ്. സോ കൾച്ചർ റെപ്രസെന്റ് ചെയ്ത് ഇൻഡസ്ട്രി, പിന്നെ അഗ്രികൾച്ചർ, പിന്നെ പൊളിറ്റിക്സ്, അതൊക്കെ മനുഷ്യർക്കുള്ളതല്ല. സോ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാപ്പാണ് കൾച്ചറൽ മാപ്പ്. സോ ഫിസിക്കൽ മാപ്പിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള നേച്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഒരു മാപ്പ് പറഞ്ഞു. സോയിൽ മാപ്പ്, പിന്നെ പൈലറ്റ് മാപ്പ്, വെതർ മാപ്പ്, അതൊക്കെ എന്താണ് നാച്ചുറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഫിസിക്കൽ മാപ്പിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇനി അടുത്തെന്ന് പറയുന്നത് കൾച്ചറൽ മാപ്പ്. കൾച്ചറൽ മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൊക്കെ എക്സാമ്പിൾസ് പറയാം. കൾച്ചറൽ മാൻമെയ്ഡ് ആണ് ഉദ്ദേശിച്ചത്. അഗ്രികൾച്ചറൽ മാപ്പ്, മിലിറ്ററി മാപ്പ്, പിന്നെ ലാൻഡ് യൂസ് മാപ്പ്, അതൊക്കെ ഇതാണ് കൾച്ചറൽ മാപ്പിന്റെ എക്സാമ്പിൾസ്. ഇനി അതിൽ നമ്മൾ പഠിച്ച ഫംഗ്ഷന്റെ ബേസിലാണ്. ഫംഗ്ഷന്റെ ബേസിൽ മാപ്പിന്റെ രണ്ട് ക്ലാസ്, ഫിസിക്കൽ, കൾച്ചറൽ. അടുത്തത് നമ്മൾ സ്കെയിലിന്റെ ബേസിൽ, മെഷർമെന്റിന്റെ ബേസിൽ മാപ്പിന്റെ ക്ലാസിഫൈ ചെയ്യും. മെഷർമെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് മാപ്സ് ഉണ്ട്. സ്മോൾ സ്കെയിൽ മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്പ്. സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ പോർഷൻ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഒറിജിനലി സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ കോണ്ടിനെന്റ് ഏരിയ, അത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ കോണ്ടിനെന്റ്, കൺട്രീസ്, സ്റ്റേറ്റ്സ്, അങ്ങനെയുള്ള വൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് സ്മോൾ ഏരിയയിൽ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ മാപ്പ്. ഈ ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്മോൾ ഏരിയസ്, അതായത് വില്ലേജ്, വാർഡ്, ഇതൊക്കെ സ്മോൾ ഏരിയാസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. സോ നമുക്ക് സ്മോൾ സ്കെയിൽ മാപ്പിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, കോണ്ടിനെന്റ്, അറ്റ്ലസ് ആണ് സ്മോൾ സ്കെയിൽ മാപ്പിന്റെ എക്സാമ്പിൾ. ലാർജ് സ്കെയിൽ മാപ്പിന്റെ ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ ടൈപ്സ് ഓഫ് മാപ്സ് നമുക്കൊരു ഔട്ട്ലുക്ക് കിട്ടിയല്ലോ മാപ്പിന്റെ. സോ ഇന്നത്തെ ക്ലാസ് താങ്ക് യു.